ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു മാംഗോ പാൻ കേക്ക് ഉണ്ടാക്കിയാലോ? ഇപ്പോൾ മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സമയമല്ലേ, അതിൻ്റെ നമുക്ക് ഒരു മാംഗോ പാൻ കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് മാങ്ങ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്, 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മധുരത്തിന് ആവശ്യമായ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അതുകൂടി നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പിഞ്ച് ഉപ്പ് കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പാൽ കൂടി. നമ്മൾ മാംഗോ പാൻ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനൊരു മാംഗോയുടെ കളറ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടൊരു മഞ്ഞ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. 2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മളത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ പാലെടുത്ത കപ്പിൽ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ബാറ്റർ അധികം അങ്ങ് ലൂസാവാനും അധികം കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പാൻ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ടെ. നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടർ അപ്ലൈ ചെയ്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടങ്ങ് വെന്ത് കരിഞ്ഞ് പോകണ്ട, ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പാൻ കേക്കുകളെല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതിയേ. അതിൻ്റെ അടിഭാഗം ഒന്ന് കരിയാണ്ട് നമുക്ക് എടുക്കണം. നമ്മുടെ പാൻ കേക്കുകളെല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ കേക്ക് നമ്മൾ റെഡിയാക്കിയത് എടുത്തിട്ടുണ്ട്. അതിന് ഈ നല്ല വശം വേണ്ട, നമുക്ക് അല്പമൊക്കെ മൊരിഞ്ഞ ഭാഗം ഉണ്ടാവുമല്ലോ, അടിഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാംഗോ വെച്ച് കൊടുക്കാനാണ്. മുകളിലും കുറച്ച് ക്രീമാക്കി കൊടുക്കാം. ഇനി ഈ 2 സൈഡിനും നമ്മളിങ്ങനെ പിടിച്ച് വെക്കണേ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുരുട്ടിയെടുക്കാം.
നമ്മൾ ആദ്യം ഉണ്ടാക്കിയ നമ്മുടെ പാൻ കേക്ക് തിരിച്ചും മറിച്ചിട്ടപ്പോൾ അല്പം ഡാർക്കായിപ്പോയി കേട്ടോ. ആദ്യം മാത്രം ഇങ്ങനെ, പിന്നെ നമുക്കെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണമേ. നമ്മുടെ മാംഗോ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കിട്ടുവാണെങ്കിൽ അത്രയും ഇതാണ്. ഞാൻ അത്രയും തണുപ്പിച്ചിട്ടില്ല, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്താണ്. എന്താ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.